بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد അക്ഷരങ്ങളെക്കുറിച്ച് അതിൻ്റെ മഖാരിജ് ഉത്ഭവസ്ഥാനങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ ഉച്ചാരണ രൂപവും എല്ലാം അറിഞ്ഞു പരിശീലിച്ചു. കൂടാതെ ഷെയ്ഖ് ഹാനിയുടെ വക പ്രത്യേകമായ പരിശീലന ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും. അതിനുശേഷം നാം പഠിച്ചു വരുന്ന ഭാഗമാണ് സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ശബ്ദ ഗുണങ്ങൾ, സ്വരവിശേഷണങ്ങൾ. സിഫാത്തിനെ കുറിച്ച് എന്താണെന്ന് സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന മനസ്സിലാക്കിയാൽ ഉണ്ടാകുന്ന ഉപകാരം എന്താണെന്നും അതുപോലെ സിഫാത്തിന്റെ പൊതുവെ ഉള്ള എണ്ണം എത്രയാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അവസാനമായി സിഫാത്തുകൾ അറദിയ്യത്ത്, ദാത്തിയ്യ എന്നിങ്ങനെ രണ്ട് വിഭാഗമായി തിരിയുന്നു. അല്ലെങ്കിൽ ദാത്തിയ്യ, രണ്ടാമത്തേത് അറദിയ്യ. ഇങ്ങനെ രണ്ട് വിഭാഗമാണ് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനി വീണ്ടും ദാത്തിയ്യതായ സിഫത്തുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അത് രണ്ട് വിഭാഗമാണ്. ഒന്ന് ഖിസ്മുൻ ലഹു ദിദ്, രണ്ടാമത്തേത് ഖിസ്മുൻ ലാ ദിദ്ദ ലഹ്. ഖിസ്മുൻ ലഹു ദിദ്ദുൻ, രണ്ടാമത്തേത് ഖിസ്മുൻ ലാ ദിദ്ദ ലഹ്. പ്രധാനമായി നാം ഓർക്കേണ്ട രണ്ട് വിഭാഗങ്ങൾ ഇതാണ്. ദാത്തിയ്യ, അറദിയ്യ എന്നത് നമ്മൾ പ്രാഥമികമായി തൽക്കാലം അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ചില ഗ്രന്ഥകാരന്മാർ ആ ഭാഗം സ്പർശിക്കാതെ ഈ ഭാഗം മാത്രമാണ് കാര്യമായും എടുത്തുദ്ധരിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതായത് ഈ രണ്ട് വിഭാഗം നിർബന്ധമായി നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. ഇന്ന് പറയുന്ന രണ്ട് വിഭാഗം. ഒന്നാമത്തേത് ഖിസ്മുൻ ലഹു ദിദ്ദുൻ, വിപരീതമുള്ളവ എന്നർത്ഥം. വിപരീത സിഫത്തുകൾ ഉള്ളവ, വിപരീത വിശേഷണങ്ങൾ. രണ്ടാമത്തേത് ഖിസ്മുൻ ലാ ദിദ്ദ ലഹ്, വിപരീത സ്വരവിശേഷണങ്ങളിൽ അല്ലാത്ത സ്വതന്ത്രമായ സിഫത്തുകൾ മാത്രം. ഒന്നാമത്തെ ഖിസ്മ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വഹുവല്ലദീ ലഹു ദിദ്ദുൻ, അതിന് വിപരീതങ്ങൾ ഉണ്ടാവും. ഒരു സിഫത്ത്, അതിന് മറ്റൊരു വിപരീതമായ മറ്റൊരു സിഫത്ത്. അതാകട്ടെ ആകെ 11 എണ്ണപ്പെട്ടിരിക്കുന്നു. ഒന്ന് ജഹ്ർ, അതിന്റെ വിപരീതമായ ഹംസ്. ഈ വിശദാംശം ഞാൻ തൽക്കാലം ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്, വിരോധമില്ല. ഈ ക്ലാസ് ഗ്രൂപ്പിലും ഇടാം ഇൻഷാ അല്ലാഹ്. വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം ഓരോന്നും തന്നെ. അപ്പോ ദിദ് ഉള്ളതായ വിപരീത സ്വരവിശേഷങ്ങൾ ഉദ്ദേശിക്കുന്ന 11 സിഫത്തുകൾ. ഒന്ന് ജഹ്ർ ദിദ്ദുഹു ഹംസ്, അൽ ജഹ്റു വദിദ്ദുഹു ഹംസ്. ജഹ്റും അതിന്റെ വിപരീതമായ ഹംസും. വറഖാവ വദിദ്ദുഹാ അശ്ശിദ്ദ, റഖാവ അതിന്റെ വിപരീതമായ ഷിദ്ദ. എന്നാൽ അതിന്റെ മധ്യത്തിലുള്ളതായ ഒരു സ്വരവിശേഷണമാണ് തവസ്സുത്ത്. അതിന് ചില അക്ഷരങ്ങളുണ്ട്, 5 അക്ഷരങ്ങൾ. അതൊക്കെ നമുക്ക് വിശദമായി പഠിക്കാം. അപ്പൊ അങ്ങനെ ഈ തവസ്സുത്ത് ഒന്ന് അധികമായി ഇടക്ക് വരുന്നത് കൊണ്ടാണ് 11 വരുന്നത് ഈ വിഭാഗം, ഈ ഖിസ്മ്. അപ്പോൾ എത്രയായി? 2, 3, 5 ഇപ്പൊ തന്നെ. ജഹ്ർ, ഹംസ്, ഷിദ്ദ, റഖാവ. റഖാവത്തിന്റെയും ഷിദ്ദത്തിന്റെയും ഇടക്ക് ആയിക്കൊണ്ട് എന്തുണ്ട്? തവസ്സുത്തുണ്ട്. ബൈനിയ്യ എന്നൊക്കെ അതിന് പേര് പറയപ്പെടുന്നു. പിന്നീട് ഇസ്തിഫാൽ ദിദ്ദുഹു ഇസ്തിഅലാ, ഇസ്തിഫാലിൻ അതിന്റെ വിപരീതമായ ഇസ്തിഅലാഉം.
പിന്നെ വൽഇൻഫിതാഹ് ദിദ്ദുഹു ഇത്ബാഖ്, ഇൻഫിതാഹ് വിപരീതമായ ഇത്ബാഖ്. പിന്നെ ഇസ്മാത്ത് ദിദ്ദുഹു ഇദ്ലാഖ്, ഇസ്മാത്ത് വിപരീതമായ ഇദ്ലാഖ്. ഈ പേരുകൾ കേട്ട് നമ്മളിങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ടതെങ്കിലും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുകയും പരിശീലിക്കുകയും ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ നമുക്കങ്ങനെ പരാമർശിച്ച് പോകാവുന്നതാണ്. എല്ലാം നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. പാരായണത്തിൽ വളരെ സൂക്ഷ്മമായി പരിശീലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട, നാം പാലിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് സിഫാത്തുൽ ഹുറൂഫ്. അപ്പൊ ഇതാണ് ദിദ്, വിപരീതങ്ങൾ ഉള്ള വിഭാഗം എന്ന് പറയുന്ന 15 സിഫത്തുകൾ. ഇനി രണ്ടാമത്തെ ഖിസ്മായ, രണ്ടാമത്തെ വിഭാഗമായ വിപരീതമില്ലാത്തത് അത് ഏതൊക്കെയാണ്? 9 സഫീർ. ഒന്നാമത്തേത് സഫീർ, രണ്ടാമത്തേത് ഖൽഖല, 3 അല്ലീൻ, 4 ഇൻഹിറാഫ്, 5 തക്രീർ, 6 തഫശി, 7 ഇസ്തിതാല, അവസാനമായി അൽ ഖഫാഉ വൽ ഗുന്ന. ഖഫാഉ ഗുന്ന, ഈ ഖഫാഉം ഗുന്നത്തും ചിലർ സിഫത്തായി എണ്ണുന്നില്ല എന്നതാണ്. അതുകൊണ്ട് അവർ 18ആയി മാത്രം പറയുന്നു. അതും കൂടി ചേർത്തുകൊണ്ട് 20ആയി ഗണിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് സിഫാത്തുൽ ഹുറൂഫ്. ഇനി വിശദമായി ഓരോന്നും എന്താണെന്നും എങ്ങനെയാണ് അത് പാലിക്കേണ്ടതെന്നും അതിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണെന്നും ഏതെല്ലാം അക്ഷരങ്ങളിൽ ആ സിഫത്തുകൾ വരുന്നു, ഒരു സിഫത്ത് തന്നെ കൂടുതൽ ഹർഫുകളിൽ വരും, അത് ചിലത് മറ്റു ചിലതിനേക്കാൾ ഏറ്റപ്പറ്റ് പുലർത്തുന്നതാണ്, ഏറ്റക്കുറവ് ഒന്നിന് കൂടുതൽ ഉണ്ടാകും, എന്നാൽ അത്ര തന്നെ ആ സിഫത്ത് മറ്റ് ചില അക്ഷരങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് മനസ്സിലാക്കാം.